ഹലോ, ഇന്ന് ഞാൻ പിസ്തത്തോട് കൊണ്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ബ്രൗൺ കളർ പേപ്പറാണ്. ഇതെനിക്ക് സാരി മേടിച്ച സമയത്ത് അതിനകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗുളിക കവർ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അല്ലെങ്കിൽ പലഹാരമൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ബ്രൗൺ കളർ പേപ്പർ ആയാലും മതി. വളരെ കനം കുറഞ്ഞിട്ടുള്ള പേപ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ഒരു ലെയർ എടുത്താലും മതിയാവും. ഇനി ഞാനിത് അതേപോലുള്ളൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു തലപ്പത്ത് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അപ്പുറത്തെ തലപ്പ് ആ ഒരു ഫെവിക്കോൾ വെച്ച ആ ഭാഗത്തോട്ടൊന്നും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു കത്രിക എടുത്തതിന് ശേഷം ആ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടാവില്ലേ, അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 3/4 ഇഞ്ചോളം നമുക്കൊന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടൊന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചാനലിൽ പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ മുഴുവനായിട്ട് അങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഈർക്കിളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൽ അതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഈർക്കിളിലോട്ട് നമുക്ക് ഈ പേപ്പർ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം പതിയെ ഒന്നൊന്നും വിടർത്തി കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഐറ്റമായിട്ടുള്ള പിസ്തത്തോട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ അത്. ഇനി ആ ബ്രൗൺ പേപ്പർ ചുറ്റിയതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ചൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. നമ്മൾ ഫെവി ബോണ്ടൊക്കെ എടുക്കാം, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ ചുറ്റോറും അങ്ങനെ ഒരു 5 പിസ്തത്തോട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 3-4 പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളത് പച്ച പ്ലാസ്റ്റിക് കവർ വെച്ചാണ്. ഇങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കഷ്ണം മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയും നീളത്തിലുള്ള ഒരു കഷ്ണമാണ് അതിൽ നിന്ന് എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൂവ് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു അടിഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും മതിയാവും. ഇനിയിപ്പോൾ ഫെവി ബോണ്ടോ മറ്റേത് പശ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതിൻ്റെ അടിയിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ചുറ്റിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് കുറച്ച് പശ തേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം കത്രിക വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കളർ കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും 4 പൂക്കളായതുകൊണ്ട് ഒന്ന് കളർ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അക്രിലിക്കിൻ്റെ കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് നിറം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് വേണം നിങ്ങളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണമെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ബ്ലാക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കുക. ഞാൻ ഏതായാലും കളറൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. പൂവിൻ്റെ മുകൾ വശത്ത് കളർ കൊടുത്തതിന് ശേഷം അത് തിരിച്ച് പിടിച്ചിട്ട് ബാക്ക് വശത്ത് ഇതുപോലെ തന്നെ കളർ കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ എല്ലാ പൂക്കൾക്കും ഒരേ കളർ കൊടുക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കളർ കൊടുക്കാം. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതായാലും എല്ലാ പൂക്കൾക്കും വ്യത്യസ്ത നിറമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെയുള്ളൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയിൽ കളർ കൊടുക്കാൻ പറ്റും. ഇനി എല്ലാ പൂക്കളും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇല വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ട് ഇല ഉണ്ടാക്കുന്ന രീതിയൊക്കെ മുന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാനിതാ എല്ലാ പൂക്കളും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ താഴെ ഒരെണ്ണം എന്നുള്ള രീതിയിലൊന്ന് വെച്ചിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാന ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.